അവനോട് അതിൽപ്പെട്ടതാണ് ആ നേരത്തെ പറഞ്ഞ ഹദീസിൽ, പണ്ടേ കഷ്ടത്തിൽ എഴുതി വെച്ച ഹദീസിൽ, മൻ അഹ്ദസ ഫീഹാ ഹദസൻ, ആരെങ്കിലും ഈ മദീനയിൽ ഈ മതത്തിൽ ഇല്ലാത്ത വല്ല അനാചാരം ചെയ്താൽ, അഹ്ദസ എന്ന വാക്കിന്റെ അർത്ഥം ബിദ്അത്ത് ആണ് എന്നാണ് വിവക്ഷയെന്ന് ഫത്ഹുൽ ബാരിയുടെ ഉടമ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ മതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്താൽ അവനിലേക്ക് തള്ളപ്പെടും. ഈ മതത്തിൽ ഇല്ലാത്തത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ, കേരളക്കാർക്ക് എന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ ഓരോ കുടുംബം കല്യാണം കഴിക്കുമ്പോൾ എല്ലാരെ കുറിച്ചല്ല കേട്ടാ, അധികവും എന്ത് വേണം, സീതരാമന് കൊടുത്തത് കൊടുക്കണം, അല്ലേ? സീതരാമന് കൊടുത്തത് കൊടുക്കണം. അവിടെ മുതൽ ആരംഭിക്കുന്നു മതത്തിലില്ലാത്ത കാര്യം പറയാൻ, അല്ലേ? ഇസ്ലാമിൽ ഖുർആനിൽ വളരെ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? മഹറിനാണ്, അല്ലേ? റസൂല് 400 ദിർഹമിൽ കുറച്ചും ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചിട്ടില്ല. ഒരു ഭാര്യയും റസൂലായി 400 ദിർഹമിൽ കുറച്ചും കഴിച്ചിട്ടേ ഇല്ല. 400 ദിർഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാശ് 4 ലക്ഷത്തിൽ കൂടുതലാകും. റസൂലിന്റെ ഭാര്യമാരുടെ മഹറാണത്. അത് ഉമ്മു ഹബീബ ഒഴിച്ച്, ഉമ്മു ഹബീബാക്ക് മഹർ കൊടുത്തത് റസൂലുള്ളാഹിക്ക് പകരം നജാശി രാജാവാണ്. അത് ലക്ഷക്കണക്കിലാണ്, നമുക്ക് എണ്ണാൻ പറ്റുക ഇന്നത്തെ കാശ് അനുസരിച്ചിട്ട്. മനസ്സിലായില്ലേ? റസൂൽ അത് പാടില്ല എന്നും പറഞ്ഞില്ല. ഉമ്മു ഹബീബ ആരാണ് അറിയില്ലേ? കേട്ടിട്ടില്ല ഉമ്മു ഹബീബാന്റെ കഥ? ഉമ്മു ഹബീബ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ പെണ്ണ്. നമ്മുടെ സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാര് മനസ്സിലാക്കണം, ഈ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയതിന്റെ ശേഷം ഈ ഇസ്ലാമിന് സേവനം അനുഷ്ഠിച്ചതിൽ മുൻപന്തിയിൽ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നാം ആദ്യം കാണുന്നത് മനുഷ്യന്മാരിൽ പെണ്ണിനെയാണ്. ആരാണത്? ഖദീജ ബിൻത് ഖുവൈലിദ്. ആദ്യത്തെ ഈ ദീനിന്റെ മെമ്പർഷിപ്പ് നേടിയ ആൾ പെണ്ണാണ്. നിങ്ങൾ ചെറുപ്പത്തിലേ പഠിച്ചത് അബൂബക്കറാണെന്നല്ലേ? അബൂബക്കർ പുരുഷന്മാരിൽ, മനുഷ്യന്മാരിൽ ആരാണ്? ഖദീജ. റസൂല് നിങ്ങൾ കണ്ട ജബലുന്നൂറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആദ്യം സമ്മിലു ബോധിപ്പിക്കുന്ന ഖദീജ അല്ലേ? ആദ്യം കാണുന്ന, കേൾക്കുന്ന, സ്വീകരിക്കുന്ന ഖദീജയാണ്. അപ്പോൾ പെണ്ണാണ് ആദ്യത്തെ മെമ്പർ. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അവഗണനയില്ല ഇസ്ലാമിൽ. പെണ്ണുങ്ങളെ പൊക്കിയത് ഇസ്ലാമാണ്. പെണ്ണുങ്ങൾ ഇസ്ലാം വരുന്നതിന് മുമ്പ് കൊള്ളരുതാത്തവരായിരുന്നു. പക്ഷേ അവരെ പൊക്കിയത്, വാഴ്ത്തിയത് ഇസ്ലാമാണ്. നിബന്ധന ഇസ്ലാം നിർണയിച്ച പർദ്ദയുടെ അടകത്ത് ഒരുമിച്ച് കൂടണം, നിൽക്കേണ്ടടുത്ത് അവർ നിൽക്കണം. തങ്ങന്മാരെ പോലെ. ഞാൻ തങ്ങന്മാരെ കുറിച്ച് പറയാനുണ്ട്, നിങ്ങൾ കൂടുതൽ തങ്ങന്മാരുണ്ടെങ്കിൽ ബേജാറുണ്ട് കേട്ടാ. തങ്ങന്മാരുടെ നേതാവാണ് അബൂലഹബ്, അബൂ താലിബ്. പക്ഷേ അവര് നിൽക്കേണ്ടത് നിൽക്കാത്തത് കൊണ്ട് ഖുർആൻ പേരെടുത്ത് പറയാണ് അബൂലഹബിന്റെ, അവൻ നരകത്തിലാണ്. ഇല്ലേ? വല്ല പ്രയോജനം ഉണ്ടായോ മൂപ്പര് സയ്യിദ് കുടുംബത്തിന്റെ തലവനായിട്ട്? സയ്യിദ് കുടുംബത്തിന്റെ തലവൻ അല്ലാത്ത സംശയമുണ്ടോ? ഇല്ലല്ലോ. അബൂലഹബ് ആരാണ്? റസൂലുള്ളാഹിന്റെ മുതാബയാണ്. സയ്യിദ് കുടുംബത്തിൽ ആരാണ് ഈ സയ്യിദ് കുടുംബം എന്ന് പറഞ്ഞാൽ? സയ്യിദ് കുടുംബം എന്ന് പറഞ്ഞാൽ ബനു ഹാഷിം ബനുൽ മുത്തലിബ് കുടുംബം. ബനു ഹാഷിം ബനുൽ മുത്തലിബ് കുടുംബം. അത് കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ, അതുപോലെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ. അവരൊക്കെ നിൽക്കേണ്ടടുത്ത് നിന്നില്ലെങ്കിൽ തങ്ങന്മാർ ആദരിക്കണം. എപ്പോൾ? നിൽക്കേണ്ടടുത്ത് നിന്നവരാണെങ്കിൽ. ആരേക്കാൾ? സാധാരണ ആളെക്കാരും. മനസ്സിലായില്ലേ? അത് ഇസ്ലാം പറയുന്ന കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ വല്ല സയ്യിദ് കുടുംബത്തിൽപ്പെട്ട വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ നിൽക്കേണ്ടടുത്ത് നിൽക്കുന്ന, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം മറക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ ഒരുങ്ങുന്ന, ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന, കേരളത്തിലും ലോകത്തിൽ പലയിടങ്ങളിലും ഉള്ളതായ അനാചാരങ്ങൾ ചെയ്യാത്ത, തോന്നിവാസം ചെയ്യാത്ത, ഇസ്ലാമിൽ ഇല്ലാത്ത ബിദ്അത്തുകൾ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് തങ്ങളെങ്കിൽ, തങ്ങൾ ഒരു സദസ്സിലുണ്ട്, ഒരു വലിയ പണ്ഡിതൻ സദസ്സിലുണ്ട്, എന്നാലും ആ തങ്ങൾക്ക് ഒരു പ്രത്യേകത നൽകണം. എന്തുകൊണ്ട്? അള്ളാഹിന്റെ ദൂതരുടെ കുടുംബ മെമ്പറാണ് എന്നതുകൊണ്ട്. അള്ളാഹിന്റെ ദൂതരുടെ കുടുംബ മെമ്പറാണ് എന്നതുകൊണ്ട്. അതിൽ ഇസ്ലാമിൽ 2 അഭിപ്രായമില്ല. അതിന്റെ അർത്ഥം അദ്ദേഹത്തിനെ പൂജിക്കണമെന്നല്ല, അദ്ദേഹത്തിന് ആരാധിക്കണമെന്നല്ല, അദ്ദേഹത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നല്ല. അത് റസൂലുള്ളാഹിയിൽ ഇല്ല എന്ന് അള്ളാഹ് തീർത്ത് പറയാൻ. റസൂലുള്ളാഹിനോട് നിങ്ങൾ പ്രഖ്യാപിക്കണം. എന്ത്? ഇന്ന റബ്ബി, എന്റെ റബ്ബാണ്, ഹുവ യുത്ഇമുനി, എനിക്ക് ഭക്ഷണം നൽകുന്നത്, വയസ്ഖീനി, എനിക്ക് പാനീയം നൽകുന്നത്. ഇബ്രാഹിം പറഞ്ഞതാണത്. വഇദാ മരിൽതു, എനിക്ക് രോഗം ബാധിച്ചാൽ, ഫഹുവ യശ്ഫീൻ, അള്ളയാണ് എന്റെ രോഗത്തെ മാറ്റുക. ഈ ഹോസ്പിറ്റലിൽ, നിങ്ങളുടെ മുമ്പിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ.